അപ്പോൾ ഇതാ ഇന്നും കെട്ടിയനെ ഉറക്കി കിടത്തിയിട്ടുള്ള ഒരു കലാപരിപാടിയാണ്. വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, ആൾക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു കുട്ടി സർപ്രൈസ് കൊടുത്തേക്കാന്ന് വെച്ചു. എനിക്കുള്ള ഗിഫ്റ്റും സർപ്രൈസും ഒക്കെ ഓൾറെഡി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ആൾ തന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് ഗിഫ്റ്റൊന്നും ഇല്ലേ, ഇപ്പം എന്താ സർപ്രൈസ് ഒന്നും തരാത്തതെന്ന്. അവന് ഇഷ്ടമാണ് ഞാനിങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നത്, എനിക്കും ഇഷ്ടമാണ് അവനെ സർപ്രൈസ് ആക്കുന്നത്. അവൻ ആദ്യമായിട്ടാണ് എനിക്ക് വാലന്റൈൻസ് ഡേക്ക് ഒരു സർപ്രൈസ് തന്നത്. സാധാരണ ആളുടെ എല്ലാ സർപ്രൈസും എങ്ങനെയെങ്കിലും ഞാൻ പൊളിക്കുന്നതല്ല, അറിയാതെ അതങ്ങ് പൊളിഞ്ഞു പോവും. എനിക്കാണെങ്കിൽ എന്താണെന്നറിയില്ല, ഈ വക കള്ളത്തരങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര കഴിവാണ്. സോ ഈ വന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം പാഴ്സൽ പോയി കളക്ട് ചെയ്തത് അവനാണ്. പക്ഷേ സ്ഥിരം വരുന്ന പാഴ്സലല്ല, എനിക്ക് വരുന്ന പാഴ്സലും അവൻ്റെ പാഴ്സലും എല്ലാം എനിക്ക് തന്നെ പൊട്ടിക്കണം. എനിക്കറിയില്ല, എനിക്ക് ഈ അൺബോക്സിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് പാഴ്സലൊന്നും വന്നാൽ അവൻ തുറന്ന് നോക്കത്തില്ല. പിന്നെ ഇന്നലെ എൻ്റെ അടുത്ത് തുറക്കാൻ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഡ്യൂട്ടിയിൽ ക്ഷീണമാണ്, നമുക്ക് നാളെ നോക്കാം, നാളെ ഓഫല്ലേ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടേ കിടത്തി. പിന്നെന്താ, അവൻ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ താഴെ ഇറങ്ങി വന്ന് എൻ്റെ പരിപാടി തുടങ്ങി. എൻ്റെ കൂട്ടിന് ലോക്കി ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കൊരു പേടി ഉണ്ടായില്ല. കാരണം പുറത്ത് നല്ല ഇരുട്ടും സൈലൻസും ഒക്കെ ആയിരുന്നു. പിന്നെ ആകെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പണി തന്നുകൊണ്ടിരുന്നത് ഈ ഓരോ ലെറ്റേഴ്സും പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഗ്ലാസ് ഞാൻ തൊട്ട് നോക്കിയപ്പം നല്ല തണുപ്പും ഒരു നനവൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ടേപ്പൊന്നും അതിൽ ഒട്ടുന്നില്ല. പിന്നെ എത്ര ഡബിൾ സൈഡ് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വെച്ചിട്ടാണെന്നറിയോ, അതൊന്നും അങ്ങനെ താങ്ങി വെച്ചത്. എന്നിട്ടും ഇടയ്ക്ക് രാവിലെ ഞാൻ വന്നപ്പം ഏതൊക്കെയോ ലെറ്റേഴ്സ് പറഞ്ഞു കിടക്കുമായിരുന്നു. അത് പെട്ടെന്ന് ഒട്ടിച്ച് വെച്ചിട്ടാണ് അവന് സർപ്രൈസ് കൊടുത്തത്. ഇതെല്ലാം രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. പിന്നെന്താ, രാവിലെ എന്ത് പറഞ്ഞ് അവനെ ഇതുകൊണ്ട് കാണിക്കുമെന്നുള്ളതായിരുന്നു എൻ്റെ അടുത്ത ചിന്ത. ആലോചിച്ച് ഒരു വഴി കണ്ടുപിടിച്ചിട്ട് തന്നെ ഞാൻ രാത്രി കിടന്നുറങ്ങിയത്. ഇതൊക്കെ ഒരു രസമല്ലേ, നമുക്കിഷ്ടമുള്ളവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത്. അതല്ലേ ഏറ്റവും വലിയ കാര്യം. എനിക്ക് ഗിഫ്റ്റിനെക്കാട്ടിലൊക്കെ നമ്മളിടുന്ന ഒരു എഫേർട്ടാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ്. സോ രാവിലെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എന്താ പുറത്ത് തീറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കഴിക്കാനായിട്ട് കുറേ പ്രാവ് വന്നിട്ടുണ്ട്, വാ കാണാമെന്നും പറഞ്ഞാണ് ഞാൻ കൊണ്ടുപോയത്. സോ ആളിത് കണ്ടപ്പം ശരിക്കും ഞെട്ടി. ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്.